അപ്പോൾ നമ്മൾ ചെയ്യണത് ലിക്വിഡ് ലെൻസ് എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നമ്മൾ മെർക്കുറി യൂസ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ലെൻസാണ് ഈ ചെയ്യണത്. ഇതിന് വേണ്ട കമ്പോണൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഒരു മീറ്റർ സ്കെയിൽ വേണം, സാധാരണ സ്കെയിൽ, ഒരു പ്ലെയിൻ മിറർ റിഫ്ലക്റ്റ് ചെയ്യണത്, ഒരു ലെൻസ്, ഒരു സ്റ്റാൻഡ്, പിന്നെ ഒരു പോയിൻ്ററിൻ്റെ അറ്റം പുതിയ റെഡ് കളർ എന്തെങ്കിലും മാർക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് എടുത്തറിയാൻ വേണ്ടിയുള്ളത്. ഇത് നമ്മളെങ്ങനെ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇത് നമുക്ക് 3 ലേബിൾ ചെയ്യാനുള്ളത്. ഫോക്കൽ ലെങ്ത് F1 ആണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം വെറുതെ നമ്മൾ പ്ലെയിൻ മിറർ വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ ലെൻസ് വയ്ക്കുക, എന്നിട്ട് ഈ സാധനം ലൂസാക്കുക. ഇതിങ്ങനെ മുകളിലേക്ക് അടിയിലേക്ക് നോക്കി ഇങ്ങനെ താത്താം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിട്ട് ഫോൺ വേണ്ടിയിട്ട് പോസി അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് എനിക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തള്ളിക്കുട്ടി ഞാൻ ഈ പോയിൻ്ററിൻ്റെ ഇതിങ്ങനെ ഈ പോയിൻ്റർ ഇരിക്കണം, അതിൻ്റെ നേരെ തന്നെ ഇട്ട് വേറെ ഈ പോയിൻ്റർ ഇങ്ങനെ ഇരിക്കണം, അതിൻ്റെ നേരെ തന്നെ ഇട്ട് ഇതിൻ്റെ ലെൻസിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നേർക്ക് നേരെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ആക്കുക. അതിൻ്റെ സൈസും സെയിം ആയിരിക്കണം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് റിഫ്ലക്ഷൻ കാണും. ആ ആംഗിളിൽ വെച്ചിത് ലോക്ക് ചെയ്യുക. എന്നിട്ട് മീറ്റർ സ്കെയിൽ എടുക്കുക. മീറ്റർ സ്കെയിലിൽ നിന്ന് ഈ അടിയിൽ നിന്ന് ലെൻസിൻ്റെ ബോട്ടം, അതായത് പ്ലെയിൻ മിററിൽ നിന്ന് പോയിൻ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് പോയിൻ്റർ ഫ്രം ബോട്ടം ഓർ സർഫസ് ഓഫ് ലെൻസ് എഴുതുക. എന്നിട്ട് ലെൻസിൻ്റെ മുകളിൽ നിന്ന് പോയിൻ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ടോപ്പിൽ എഴുതുക. അങ്ങനെ 2-3 പ്രാവശ്യം ഒരേ സാധനം നമ്മൾ വെരിഫൈ ചെയ്യുക, എറർ മിനിമൈസ് ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് എഴുതുക. ഇതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസിൻ്റെ മീൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് F1 കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം ഇത് മാറ്റുക, ഇവിടെ ഇറ്റിക്കുക ഒരു ഡ്രോപ്പ് വാട്ടർ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വയ്ക്കുക, ലെൻസ്. എന്നിട്ട് ഇതേ സാധനം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ബോട്ടത്തിൽ നിന്ന് പോയിൻ്റർ വരെയും ടോപ്പിൽ നിന്ന് പോയിൻ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക, അതിൻ്റെ ആവറേജ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും മീൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ F2 കിട്ടും. എന്നിട്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് FW കണ്ടെത്താവുന്നതാണ്. F1 F2 ബൈ F1 മൈനസ് F2 യൂസ് ചെയ്ത് FW കണ്ടെത്താം. നമുക്കിനി കണ്ടെത്തുന്നത് 6 കണ്ടെത്താൻ ഈ സാധനം യൂസ് ചെയ്യുക. ഇതെല്ലാം മാറ്റുക. മെർക്കുറി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സാധനം എടുക്കുക, ഒരു ബീക്കർ, അതിൽ നിറച്ച് മെർക്കുറി ഉണ്ടാവും. അതിലേക്ക് ലെൻസ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ലാത്തതെന്ന് ഞാൻ പറയണു മാത്രമേ ഉള്ളൂ. ആ സാധനം പ്ലേസ് ചെയ്തിട്ട് ആ ബീക്കർ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നോക്കിയ പോലെ എക്സാക്റ്റ് സെയിം സാധനം തന്നെ ഇത് അതേപോലെ പാരലാക്സ് ഒന്നും ഇല്ലാണ്ട് സ്ട്രെയിറ്റ് വന്ന പോയിൻ്റ് ഒരു പ്രാവശ്യം എടുക്കുക. അതായത് ലെൻസിൻ്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുക. അതിൻ്റെ എല്ലാ ആവറേജ് എടുക്കുക. അതിൻ്റെ മീൻ കിട്ടണമെങ്കിൽ നമുക്ക് 6 കിട്ടും. അപ്പോൾ 6/FW നേരത്തെ കിട്ടി. 6/FW +1 ചെയ്ത് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താം.